ജീവിച്ചാൽ ക്രിസ്തുവിനായി, പ്രവർത്തിച്ചാൽ ക്രിസ്തുവിനായി, മരിച്ചാൽ ക്രിസ്തുവിനായി. നല്ല ചെമ്പുകലത്തിൽ പുന്നല്ലിനോടൊപ്പമിട്ട് പുഴുങ്ങി പനമ്പായിലിട്ട് ഉണക്കിയെടുത്ത വള്ളിച്ചൂരലാണ് ഡോക്ടർ അനിൽ മുഹമ്മദിന്റെ വീഡിയോ. ആ വള്ളിച്ചൂരൽ ഞങ്ങളുടെ കയ്യിൽ കൊണ്ടു തന്ന് ഷർട്ടും മൂരി മുതുകം കാണിച്ച് ഞങ്ങളുടെ മുമ്പിൽ നിന്ന് അടിച്ചോ എന്തോരം വേണമെങ്കിലും അടിച്ചോ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ അടിക്കാതിരിക്കോ? ഞങ്ങൾ അടിക്കാതിരിക്കോ? മുരട്ട് കഴുതയ്ക്ക് മുളവടി പൊട്ടും വര അടി എന്നാണ് എൻ്റെ കാരണവന്മാരെന്നെ പഠിപ്പിച്ചിട്ടുള്ളത്. ആ പാഠം ഞാൻ മരണം വരെ മറക്കുകയില്ല. നിഷ്പക്ഷ നിലപാട് എന്ന പേരുമിട്ട് പരസ്യമായി ഇസ്ലാമിക പക്ഷത്തിനു വേണ്ടി സംസാരിക്കുന്ന ഈ നിഷ്പക്ഷോളജിസ്റ്റ് ഡോക്ടർ അനിൽ മുഹമ്മദ് എന്ത് നിഷ്പക്ഷനാണെന്നാണ് പറയുന്നത്? ഇയാൾ നിഷ്പക്ഷനല്ല. നിഷ്കനും നിഷ്കന്ധനും നിഷ്കർമ്മനും നിഷ്കിഞ്ചനും നിഷ്കുലനും നിഷ്ക്രാന്തനും നിഷ്കുഷിതനും നിഷ്ഠ്യനും നിഷ്പുരുഷനിൽ നിന്ന് നിഷ്പന്നനായ നിഷ്പ്രജ്ഞനും നിഷ്പാദബുദ്ധിയും നിഷ്കാലനം ചെയ്യുന്ന നിഷ്കണ്ടകനും തന്റെ നിഷ്പത്തി എങ്ങനെയെന്നറിയാത്തവനും നിശ്ചമ ജീവിതത്തിൽ നിഷ്ണാതനായവനും അഷ്ടിക്ക് വകയില്ലാതാകുമ്പോൾ നിഷ്ഠീവിതം ഭക്ഷിക്കുന്നവനുമായ ഒരു നിഷ്കു ജംഗ്ഷൻ കാക്കാൻ മാത്രമാണ്. അതിലപ്പുറം ഒന്നുമല്ല ഡോക്ടർ അനിൽ മുഹമ്മദ്. അതുകൊണ്ട് തന്നെ ഈ നിഷ്പൻ സുഡുവിന് പബ്ലിക്കിൽ സംസാരിക്കുമ്പോൾ പ്രതിപക്ഷ ബഹുമാനത്തോടെ സംസാരിക്കേണ്ടത് എങ്ങനെയാണെന്ന് യാതൊരു പിടിയുമില്ല. ആരെയെങ്കിലും എതിർത്തുകൊണ്ട് സംസാരിക്കേണ്ടി വരുമ്പോൾ എതിരാളിയുടെ പേര് വിളിച്ചാണ് സംസാരിക്കേണ്ടത്, അല്ലാതെ എതിരാളിയുടെ അപ്പന്റെ പേര് വിളിച്ചല്ല സംസാരിക്കേണ്ടതെന്ന് ഈ നിഷ്പക്ഷുഡായിപ്പിസ്റ്റിനെ അവരുടെ ഉപ്പയോ ഉമ്മയോ ഉസ്താദോ പഠിപ്പിച്ചു കൊടുത്തിട്ടില്ല. ആ വളർത്തുദോഷം ഈ നിഷ്പീഡിതന്റെ സംസാരത്തിൽ ഉടനീളമുണ്ട്. ഡോക്ടറേറ്റ് നേടിയെന്ന് അവകാശപ്പെടുന്ന അനിൽ മുഹമ്മദ് ആയാലും അതല്ല ലോ ക്ലാസ് ആയി നടക്കുന്ന മുഹമ്മദിനെ പോലെയൊക്കെയുള്ള ലോ ക്ലാസ് ലെവലിൽ നടക്കുന്ന സാധാ മുസ്ലിം ആയാലും അവർക്കെതിരെ സംസാരിക്കുന്നവരുടെ അപ്പന് വിളിക്കുന്ന ഈ സ്വഭാവം എന്തുകൊണ്ടാണ് അവരിൽ ഉറച്ചു പോയിരിക്കുന്നത്? ഇതിന്റെ മനഃശാസ്ത്രം എന്താണെന്ന് നിങ്ങൾക്കറിയാമോ? ട്രൂത്ത് ഫൈറ്റേഴ്സിലെ ആൾക്കാരെ കുറിച്ച് നീ എന്താ വിചാരിച്ചു വെച്ചിരിക്കുന്നത്? നിനക്ക് പരിചയമുള്ള ക്രിസ്ത്യൻ നാമധാരികളെ പോലെയാണ് ഞങ്ങളെന്നോ? സൗജന്യമായി ഈന്തപ്പഴവും ഫ്ലൈറ്റ് ടിക്കറ്റും കിട്ടുമെങ്കിൽ നീയൊക്കെ പറയുന്ന എന്ത് വൃത്തികേടുകൾക്കും തലയാട്ടുകയും തങ്ങളുടെ കീഴിലുള്ള ക്രിസ്ത്യാനികളെ കൊണ്ട് ആ വൃത്തികേടുകൾക്ക് തലയാട്ടിക്കുകയും ചെയ്യുന്ന തുമ്പുകെട്ട ഇടയന്മാരെ നീ കണ്ടിട്ടുള്ളൂ. സത്യത്തിനു വേണ്ടി ഉറച്ചു നിൽക്കുന്ന, നേരോടെ നിർഭയമായി നിൽക്കുന്ന നട്ടെല്ലുള്ള ക്രിസ്ത്യാനികളെ ശരിയായ രീതിയിൽ കണ്ടുമുട്ടാത്തതിൻ്റെ കുറവാണ് നിനക്കുള്ളത്. ഏതായാലും ദൈവം അനുവദിക്കുന്ന പക്ഷം നിന്റെ ആ കുറവ് ഞങ്ങൾ പരിഹരിച്ചു തരും. ട്രൂത്ത് ഫൈറ്റേഴ്സിലുള്ളവർ ഇടവപ്പാതി കണ്ടു ഓടുന്നവരുമല്ല, തുലാപ്പെയ്ത്ത് കണ്ട് നിൽക്കുന്നവരുമല്ല. ഇല്ലാത്തത് പറഞ്ഞ് ഇണങ്ങുന്നതിനേക്കാൾ ഉള്ളത് പറഞ്ഞ് പിണങ്ങുന്നതാണ് നല്ലത് എന്ന് കരുതുന്നവരാണ് ഞങ്ങൾ. സത്യം പറയുന്നതിൻ്റെ പേരിൽ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായാലും അതൊന്നും കാര്യമാക്കാതെ മുന്നോട്ട് തന്നെ ഗമിക്കുന്ന ടീമാണ് ട്രൂത്ത് ഫൈറ്റേഴ്സ്.